പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഗുഡ് മോർണിംഗ് എൻ്റെ പ്രിയപ്പെട്ടവരെ. വീണ്ടും കർത്താവ് നമുക്കൊരു ദിവസം തന്നിരിക്കുകയാണ്. എല്ലാ ദിവസവും കർത്താവിൻ്റെതാണ്. ചൊവ്വാഴ്ച കർത്താവിൻ്റെ ആയതുകൊണ്ടാണ് നല്ല ദിവസമായിരിക്കണേ. അതുകൊണ്ട് നമ്മൾക്ക് പലരുടെയും ജീവിതത്തിൽ വലിയ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ചൊവ്വാഴ്ചകളാണ്. സാക്ഷ്യപരമൊക്കെ അറിയാം. കൃപാസനത്തോട് പ്രത്യേകിച്ച് ബന്ധപ്പെട്ടവർ എന്നുവെച്ചാൽ അത് സാക്ഷ്യം കേൾക്കുമ്പോൾ അവർ പറയും അന്ന് കാര്യം കൃപാസനത്തിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടത് ചൊവ്വാഴ്ചയല്ലേ. അത് ഞാൻ ചൊവ്വാഴ്ച നല്ല ദിവസമാണെന്ന് പറയണം. ഡിസംബർ 7-ാം തീയതി ഉച്ചയ്ക്ക് 2:30 മണിക്ക്. അപ്പോൾ ആ ദിവസമാണ് ഇന്ന് ഈ ചൊവ്വാഴ്ച എന്ന് പറയുന്നത്. ആ ദിവസമല്ല, ആഴ്ച. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രത്യക്ഷ പ്രാർത്ഥനയിൽ കൊണ്ട് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് വാസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇപ്പം നിയോഗം ഓർക്കണം. ഇന്ന് പോകേണ്ട വഴികൾ, ചെയ്യേണ്ട ജോലികൾ, കണ്ടുമുട്ടേണ്ട വ്യക്തികൾ, ഇടപെടുന്ന സ്ഥാപനങ്ങൾ, പണം കൈമാറ്റം ഉണ്ടെങ്കിൽ അത്, വസ്തു കൈമാറ്റം ഉണ്ടെങ്കിൽ അത്, രേഖകൾ കൈമാറുന്നുണ്ടെങ്കിൽ അത്, അഡ്വാൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത്, ആരെങ്കിലും കൂടെ എന്തെങ്കിലും കാര്യത്തിന് പോകുന്നുണ്ടെങ്കിൽ അത്, ഇതെല്ലാം ഇന്നത്തെ കാര്യങ്ങളാണ്. ഇന്നത്തെ കാര്യത്തിലുള്ള അനുഗ്രഹം ഇന്ന് കർത്താവ് നൽകുന്നൊരു ശുശ്രൂഷയാണ് കൃപാസനത്തിൻ്റെ അനുദിന അനുഗ്രഹ പ്രാർത്ഥന. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് അഭിഷേക പ്രാർത്ഥനയ്ക്ക് പോവാം. ഇന്നത്തെ അനുദിന അനുഗ്രഹ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഈ അനുഗ്രഹ പ്രാർത്ഥന കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ശുശ്രൂഷയ്ക്ക് പങ്കെടുക്കുന്നത്. നിങ്ങളിത് ഷെയർ ചെയ്യണം കേട്ടോ. 10 മനുഷ്യർ രാവിലെ നിങ്ങളുടെ പേരിൽ കർത്താവിൻ്റെ വചനം കേട്ട് എഴുന്നേക്കട്ടെ. അത് ദൈവത്തിന് വേണ്ടി ചെയ്യുന്നൊരു മഹത്വപ്രവ ശുശ്രൂഷയായിട്ടും നിങ്ങളുടെ പേര് വരട്ടെ. അപ്പോൾ നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ടാവും.
കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ്. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. കണ്ണടച്ച് കൈകൾ കൂപ്പി ഓരോ പ്രാർത്ഥന കഴിയുമ്പോൾ ആമേൻ ആമേൻ എന്ന് പറയണം. ഇപ്പോൾ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യണം. കർത്താവ്, ഞാൻ നിന്റെ ഉന്നതമായ നാമത്തെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ ഭൂഖണ്ഡങ്ങളിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഓരോ സംസ്ഥാനങ്ങളിലുള്ളവർക്ക്, രാജ്യങ്ങളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ നിങ്ങളെ ആവശ്യിക്കട്ടെ. കർത്താവിൻ്റെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികൾക്കും കർത്താവിൻ്റെ തിരുമുറുവാർന്ന വലതുകരം, അനുഗ്രഹത്തിൻ്റെ അഭിഷേകകരം നിങ്ങളെ സ്പർശിക്കട്ടെ. രോഗികളെ കർത്താവ് അടിപ്പിണർ പോലെ, വൈദാഘാതം പോലെ ദൈവികമായ ശക്തി നിങ്ങൾക്ക് ആവശ്യിച്ചുകൊണ്ട് രോഗികളിൽ നിന്ന് കർത്താവ് രോഗങ്ങൾ നിങ്ങളിൽ വിട്ടുമാറട്ടെ. കർത്താവെ, അസ്ഥികൾക്ക് വേദനയുള്ളവരുണ്ട്. മരുന്ന് കഴിക്കുമ്പോൾ ഗ്യാസായിട്ട് അത് വയറൊക്കെ വീർത്ത് പിന്നെ ഭക്ഷണം പോലും ഇറങ്ങാതെ പിന്നെ എന്തെല്ലാം തരത്തിലുള്ള അസ്ഥി ആ ഓപ്പറേഷൻ വന്നിട്ടുള്ള ആൾക്കാർ, ഒടിഞ്ഞിട്ടുള്ളവർ, ചതഞ്ഞിട്ടുള്ളവർ, ചിന്നിട്ടുള്ളവരൊക്കെ അവർ കഴിക്കുന്ന മരുന്ന് കൊണ്ട് കർത്താവ് എന്തെല്ലാം ദുരിതങ്ങൾ അവർ അനുഭവിക്കുന്ന ഈശോയെ, മരുന്നിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈശോയെ. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ രോഗപീഡിതരും രോഗബാധിതരായിട്ടുള്ളവരെ സ്വന്തം സ്വകാര്യമായ കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും എഴുന്നേക്കാൻ പറ്റാതെ കിടക്കുന്നവരുണ്ട്. ആരോഗ്യത്തോടെ നല്ലവണ്ണം ജോലി ചെയ്ത ആൾക്കാർ കിടപ്പിലായവരുണ്ട്. അവരുടെ ബൈസ്റ്റാൻഡേഴ്സായിട്ട് വീട്ടിലും ആശുപത്രിയിൽ നിൽക്കുന്നവരുണ്ട് ഈശോയെ. അവിടെയൊക്കെ മനസ്സ് ഇടിഞ്ഞിട്ട് എപ്പോൾ വീട്ടിൽ പോകാൻ പറ്റും, എന്തെങ്ങനെ ജീവിക്കും, ഇങ്ങനെയൊക്കെ ഉള്ള ആകുലതയുണ്ട് ഈശോയെ. പ്രിയപ്പെട്ടവർ മരിച്ചു പോയവരുണ്ട് ഈശോയെ. പ്രിയപ്പെട്ടവർ രോഗികളായവരുണ്ട് ഈശോയെ. രൂപപ്പെട്ടവർക്ക് തന്നെ അവിടെ പണി മുട്ടണ രീതിയിലുള്ള രോഗത്തിൽ അപകടം വന്നപ്പെട്ടവരുണ്ട് ഈശോയെ. അവരെല്ലാവരെയും നിനക്ക് ഞാൻ സമർപ്പിക്കണം ഈശോയെ. ഈശോയെ, ഞാൻ ഒത്തിരിയേറെ നിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ കർത്താവ് നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് ഈശോയെ, മനുഷ്യന്മാരുടെ ജാതിയും മതവും ഒന്നും നോക്കാതെ അവരുടെ സങ്കടങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് അവരെ സ്നേഹിക്കുന്ന ദൈവമേ, നിൻ്റെ വലിയ ചൈതന്യ മക്കളിലേക്ക് ആവശ്യിക്കുന്ന പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പീഡിതര്, വ്യഥിതര്, സങ്കടക്കാര്, ആകുല ചിത്തര്, അവരുടെ ഹൃദയത്തിൽ എപ്പോഴും രക്തം കിരിയുന്ന അനേകം മക്കളുണ്ട് ഈശോയെ. കണ്ണ് തോരാത്ത മക്കളുണ്ട് ഈശോയെ. ദീർഘനിശ്വാസം എപ്പോഴും ഓരോ കാര്യം ഓർത്തിട്ട് വന്നിട്ടുണ്ട്, പേടിക്കുന്നുണ്ട് ഈശോയെ. സത്യം പറഞ്ഞാൽ ആരും ഇല്ലാതിരിക്കുന്നവരുണ്ട് ഈശോയെ. അങ്ങനെ ഓരോ തരത്തിലും ഓരോ തരം വേദന അനുഭവിക്കുന്നവർ, അവരുടെ ഓരോരോ ഉത്തരവാദിത്വം നിർവഹിക്കുന്നവർ, പല ഉത്തരവാദിത്വം നിർവഹിക്കുന്ന അധികാരികളെ പേടിച്ച് ജീവിക്കേണ്ട ആൾക്കാരുണ്ട് ഈശോയെ. ബ്ലേഡ് പരസ്യം പണമെടുത്തതിന് ശേഷം ജപ്തിയിലേക്ക് വരുമോ എന്നിട്ട് അതുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഈശോയെ. നമ്മൾക്ക് അഭിമാനത്തോടെ ജീവിച്ചവർക്ക് തലകുനിഞ്ഞ് നിൽക്കേണ്ട അവസ്ഥയിൽ മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ ജീവിക്കുന്നുണ്ട് ഈശോയെ. കയ്യിൽ നിന്ന് വന്ന അബദ്ധങ്ങൾ, തെറ്റായ കാര്യങ്ങൾ മനുഷ്യരെ അറിയുന്നതിൻ്റെ പറഞ്ഞതിൻ്റെ പേരിൽ പിന്നെ ആ സമൂഹത്തിൽ തലയെടുപ്പോഴും ജീവിക്കാൻ പറ്റാതെ വിഷമിക്കുന്ന തെറ്റായ ആക്ഷേപിക്കുക. അവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും കർത്താവെ, തെറ്റ് ചെയ്ത പോലെ മറ്റുള്ളവർ തരം കിട്ടിയപ്പോൾ അവരെ വിമർശിക്കുകയും ആക്ഷേപിക്കുകയും അവരുടെ മനസ്സിനെ ഇടിച്ചു കളയുകയും അവരെ കരുതുകയും ചെയ്തിട്ടുള്ളവരുണ്ട്. എല്ലാവർക്കും കർത്താവെ, നീ മാത്രമാണ് എല്ലാവരുടെയും ഉത്തരം കർത്താവെ. എല്ലാവരും ഓരോ കാര്യങ്ങൾ ഇടപെടുന്നതിൽ അവർക്ക് അവരുടെ ലക്ഷ്യം കൊണ്ട് ഒരു ലക്ഷ്യമില്ലാത്തത് നീ മാത്രമാണ് കർത്താവെ. നീ അവരെ സന്ധിക്കണമേ. പെട്ടുപോയെന്ന് വിചാരിക്കുന്ന മക്കളുണ്ട് ഈശോയെ. ഒറ്റപ്പെട്ടു പോയെന്ന് വിചാരിക്കുന്ന മക്കളുണ്ട് ഈശോയെ. നമ്മുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയെന്ന് വിചാരിച്ചുകൊണ്ട് ഇനി ഇങ്ങനെ ഞങ്ങളുടെ ഒടുങ്ങട്ടെന്ന് വിചാരിച്ചുകൊണ്ട് നിരാശയോടെ മദ്യപിച്ചവർ വീണ്ടും മദ്യപിക്കുകയും എങ്ങനെയെങ്കിലും അപകടം വന്ന് മരിക്കാൻ വേണ്ടി ആത്മഹത്യ ആഗ്രഹിക്കുകയും ചെയ്യുന്ന മക്കളുണ്ട് ഈശോയെ. അവരെല്ലാം കർത്താവെ, അവരെല്ലാം അനുഭവിക്കുന്ന മഹാസങ്കടങ്ങളെ വേണ്ടി കർത്താവിൻ്റെ കരുണ ചൊരിയണമെന്ന് പ്രാർത്ഥിച്ചു. അവരെ വീണ്ടെടുക്കണേ കർത്താവ്. അവരുടെ യോഗ്യത കൊണ്ടല്ല കർത്താവ്, ലക്ഷോപലക്ഷം രക്തസാക്ഷികളും വേദസാക്ഷികളും ജീവിച്ച് ഈ സഭയുടെ വിശുദ്ധ സഭയുടെ വിജയസഭയുടെ ആ കൃപയുടെ യോഗ്യതയാൽ കർത്താവെ, എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്നവർക്ക് നീ ആശ്വാസം അനുഗ്രഹം കൊടുത്തുകൊണ്ട് അവർ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ അവരുടെ മനസ്സുകൊണ്ട് എഴുന്നേൽക്കുകയും ഹൃദയം കൊണ്ട് ഉണർവുള്ളവരാകുകയും ശരീരം കൊണ്ട് അവരുടെ ജോലിയിലേക്ക് പുതിയ ജോലിയിലേക്ക് അവരെ പ്രവേശിക്കുകയും ചെയ്യാൻ ദൈവത്തിൻ്റെ സമാധാനം അവരുടെ ഹൃദയത്തെ സ്പർശിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ചിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയെ നീ സംരക്ഷിക്കപ്പെടട്ടെ. നമ്മൾ കർത്താവിൻ്റെ വചനം വായിക്കാൻ പോവുകയാണ്. ഇന്നത്തെ വചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:34. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ കണ്ടത് കഴിഞ്ഞ ദിവസം കണ്ടത് 33-34 വെച്ചോളൂ. അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ
നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിന്റെ ക്ലേശം മതി. അതെന്താ പ്രശ്നം? നാളത്തെ നമ്മുടെ അല്ല, ദൈവത്തിൻ്റെതാണ്. അതെനിക്ക് വിട്ടേക്കാൻ പറയണ പോലെയാണ് ഈശോ പറയണത്. നാളെ ദൈവത്തിൻ്റെതാണ്. ഇന്ന് നിനക്ക് ദൈവത്തോട് നിന്റെ ആകുലതകൾ, ഇന്നത്തെ ആകുലത മാത്രം അഡ്രസ്സ് ചെയ്താൽ മതി എന്ന് ഈശോ പറയണം. നമ്മളങ്ങനെയല്ല. നമ്മൾ നാളത്തെ ആകുലതയും ഈ ആണ്ടത്തെ മൊത്തം ആകുലതയും അടുത്ത നൂറ്റാണ്ടിലെ ആകുലതയും കൂടിയാണ് ചോദ്യം നടക്കുന്നത്. നോൺസെൻസ്. കർത്താവ് എന്താ പറഞ്ഞിരിക്കണേ? ഇന്നത്തെ ആകുലത. ഈ ഡെയിലി ബ്രെഡിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. ഇന്നത്തെ വിഷയം. അതുകൊണ്ടാണ് ഇന്ന് കൈകാര്യം ചെയ്യണത്. ഇന്ന് നിങ്ങൾ പോകുന്ന ഇടങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, അതെല്ലാം ദൈവത്തിന് വിട്ടേക്കാൻ. അപ്പം ദൈവത്തിന് അവിടെ പങ്കുണ്ട്. ഇപ്പം നിങ്ങളുടെ ഓഫീസിൽ പോയാലും, അതിൽ ഇപ്പോൾ ഒരു ലോൺ പാസ്സാക്കാൻ പോയാലും, ഒരു പാസ്പോർട്ട് ഇൻ്റർവ്യൂവിന് പോയാലും, ഒരു വിസ ഇൻ്റർവ്യൂവിന് പോയാലും, അവിടെ ഒരു ദൈവക്കണമുണ്ട്, ഒരു ദൈവത്തിൻ്റെ പോർഷനുണ്ട്. എന്താ കാര്യം? ഇന്നത്തെ ആകുലതയാണ്. ഈശോ പറഞ്ഞതാണ് ഇന്നത്തെ ആകുലത മതിയെന്ന്. അപ്പോൾ ഇന്നത്തെ ആകുലത ഈശോയ്ക്ക് പരമേൽപ്പിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വിഷയം, ഇന്നത്തെ ഓരോ വിഷയവും. നീ ഇന്ന് തിരിച്ചു വന്ന് ചിലപ്പോൾ ഏത് സമയത്താണ് നീ വരണമെന്ന് അറിയത്തില്ല. ചിലപ്പോൾ നിനക്ക് യാത്രയുണ്ടെങ്കിൽ നീ തിരിച്ചു വരുന്ന കാലം ചിലപ്പോൾ രാത്രി തന്നെ. ഇന്ന് ചിലപ്പോൾ വൈകുന്നേരം രാത്രി പാതിരാത്രി കഴിഞ്ഞ് വരുന്ന ആൾക്കാരുണ്ട്, സന്ധ്യയ്ക്ക് വരുന്നവരുണ്ട്. അപ്പോൾ എപ്പോഴാണ് നീ തിരിച്ച് ഭവനത്തിലേക്ക് വരുന്നത്? നിൻ്റെ ആവശ്യം നിറവേറ്റിക്കൊണ്ട് അവിടെ എല്ലാം വേണ്ടിവിടുന്ന കർത്താവിൻ്റെ ആവശ്യം, നിൻ്റെ ആവശ്യം. അത് മാത്രം ആകുലതയായാൽ മതി. അതുമാത്രം പ്രാർത്ഥനയുടെ സബ്ജക്റ്റ് ആകണം. എന്നുവെച്ചാൽ അതിനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, എന്നുവെച്ചാൽ നമ്മൾക്ക് ഈ വചനം കൂടെ കിട്ടുന്ന ഒരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ആകുലതകൾ സ്കീമിലുള്ളതാണെന്ന് അതിൻ്റെ അർത്ഥം. ഞാൻ പറയാൻ ഉദ്ദേശിച്ചതാണ്, ഞാൻ അത് ആദ്യം പറയാൻ വിട്ടുപോയതാണ്. നമ്മൾ പഞ്ചായത്തിലേക്ക് ചെല്ലുമ്പോൾ അവരെന്നാ പറയുന്നത്? സ്കീമില്ലെന്നല്ലേ പറയണേ. സാറേ ഞങ്ങൾക്കൊരു പശുവിനെ വേണം. അപ്പം അത് പറയാം, അത് പഞ്ചായത്ത് സ്കീം ബ്ലോക്കിൽ പോകാൻ പറയും. അത് സ്കീം ഉണ്ടെങ്കിൽ തരാൻ പറ്റത്തുള്ളവർക്ക്. കാരണം ഞങ്ങൾക്ക് ഹൗസ് മെയിൻ്റെനൻസ് വേണം. അവർ ഹൗസിന് വേണ്ടി സ്കീമുണ്ട്, മെയിൻ്റെനൻസ് സ്കീമില്ലെന്ന് പറയും. ഇതുപോലെ കർത്താവ് എന്താ പറയണത്? ഇന്നത്തെ ആകുലതയ്ക്ക് സ്കീമുണ്ടെന്നാണ് പറയണത്. ദൈവത്തിൻ്റെ പരിഗണനയിലുള്ള വിഷയമാണത്. അതാണ് ഈ അന്നു വേണ്ട ആഹാരം ഈശോ പറഞ്ഞത്. നാളത്തെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമെന്നല്ല, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം. അപ്പം ഇന്ന് അത് ദൈവത്തിന് മനസ്സിൽ പരിഗണനയുള്ള സബ്ജക്റ്റാണ്. നിന്റെ റെക്കോർഡ് കാണിക്കണ വിഷയമാണെന്ന് വിചാരിച്ചു. നീ കുറേ സൂത്രപ്പണിയൊക്കെ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് പത്താണ്, വീട്ടിലെ വിഷയവും ഒക്കെ കൊണ്ട് വന്നതാണ്. പക്ഷെ നിന്നെ ദൈവം സേവ് ചെയ്യും. എന്താ കാര്യം? നീ ഉള്ളത് തുറന്ന് പറയണം, കർത്താവ് എനിക്കിങ്ങനെ സംഭവിച്ചത്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, അതുകൊണ്ട് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ, എൻ്റെ മകനെ നിൻ്റെ ആകുലതയുടെ കൂടെ ദൈവം നിൽക്കും. നിൻ്റെ ആകുലതയോടെ നിൽക്കും. അപ്പം അതുകൊണ്ട് എല്ലാ ആകുലതകളും കർത്താവിൻ്റെ കൈകളിലേക്ക് കൊടുക്കാനുള്ളതാണ്, അഭിഷേകത്തിനുള്ളതാണ് എൻ്റെ അർത്ഥം. എല്ലാ ആകുലതകളും അനുഗ്രഹത്തിനും അഭിഷേകത്തിനുള്ളതാണ്. നിനക്ക് ആകുലതയുണ്ടോ? നിനക്ക് അനുഗ്രഹത്തിന് അവകാശമുണ്ട്. അപ്പം ആകുലത സമർപ്പിച്ച് പ്രാർത്ഥനയാക്കി മാറ്റുക. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.